ഹലോ, ആരാ സംസാരിക്കുന്നത്? എവിടെ? ഇവിടെ? ബോംബ് ഓർക്കോ. ഇത്രയുള്ള ഇത് വെറും ഫീൽഡ് കേസ്. ഇത് സോളിയ ഞങ്ങളുടേതാണ്. അതാരാ? ഷാജി. എന്തുപറ്റി? ബോംബ് വെച്ചത് അത്രേ ഉള്ളൂ. മാറി. സ്വപ്നമായിരുന്നു. എന്നാൽ എന്റെ ലാലേട്ട പറ്റിച്ചു കളഞ്ഞല്ലോ. ഓ ഷാജി. ഇവർക്കാർക്കും വേറൊരു പേരും കിട്ടിയിട്ടില്ല. എല്ലാം നിലമ്പോളിന്ന് ദുഃഖ സമ്മാനം എന്നൊക്കെ ഇടാൻ വേണ്ടി പല്ലൊക്കെ തേച്ചിട്ട് വാ, പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കേ. ഓ ഇന്നും പുട്ടാണോ? ആ വരുന്നു. വൈകിട്ട് പള്ളിയിലെ ധ്യാനമുള്ളതാ. നീ ട്യൂഷൻ കഴിഞ്ഞിട്ട് അങ്ങ് എത്തിയേക്കണം കേട്ടോ. ഇന്നാണല്ലേ ധ്യാനം? ആ ചിഞ്ചു മഞ്ചൊക്കെ ആയിരിക്കും. അയ്യേ ഇവനായിരുന്നു. അളിയ ചേട്ടൻ യൂണിയനിൽ വന്നിട്ടുണ്ട്. നിന്റെ പാർട്ടി വിട്ട് പോയി. അളിയ നീ പാർട്ടിക്ക് പോണ. പാർട്ടിക്ക് പോയ രണ്ടെണ്ണം കടിച്ച് നമുക്ക് സുഖമായിട്ട് കിടന്നു. ധ്യാനമൊക്കെ എപ്പോഴും ഉണ്ടാവും. അത് വേണ്ട ശരി. കർത്താവിനെ മറന്ന ഒരു പാർട്ടിയും നമുക്ക് വേണ്ട. നമുക്ക് പള്ളിയിൽ പോകാം. അല്ലെങ്കിൽ അമ്മയോട് നീ കള്ളം പറയേണ്ടി വരും.
കള്ളം ഇവിടെ ആരാ വേണം? നമ്മൾ കമ്പൽസറിക്ക് പോകണം. അവിടെ ബാക്കിയുള്ള കാര്യം ആർക്കും അറിയില്ല. പിന്നെ അതെങ്ങനെ കള്ളമാണ്? അത് ശരിയാണ്. അമ്മേ, ധ്യാനത്തിന് എനിക്ക് വരാൻ പറ്റില്ല. ഇന്ന് ഈവനിങ് കമ്പൽസറി വെച്ചേക്കാന്ന്. ചെന്നിട്ട് അമ്മ അവരെയൊക്കെ പഠിപ്പിച്ചോളൂ. അമ്മ പോക്കാം. അപ്പനും അമ്മയും ബൈക്കിലാണോ പള്ളിയിൽ പോയത്? കാർ എടുത്താലോ? ചെത്താൻ കിട്ടുന്ന ചാൻസാ. സൺഡേ അല്ലേ, ചെക്കിംഗ് ഒന്നും കാണില്ലായിരിക്കും. അളിയ, നീ കാർ എടുക്കണം. എന്തായാലും അപ്പനും അമ്മയും അറിയാൻ പോകുന്നില്ല കാർ എടുക്കണമാരും. പിന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ചെത്താൻ പറ്റുന്ന അവസരം നീ ധൈര്യം എടുക്കണം. അത് വേണ്ട ശരി. നിനക്ക് ലൈസൻസ് ഇല്ല. വഴിയിൽ പോലീസ് ചെക്കിംഗ് ഉണ്ടെങ്കിലും അപ്പനും അമ്മയും അറിയാതെ വണ്ടി എടുക്കുന്നത് അത് ശരിയല്ല. അത് വേണ്ട. ഒന്ന് പോകാൻ. എടാ ഷാജി, നീ എടുക്കരുത്. ഇടപ്പം വല്ലതും പറയും. ഞാനില്ല നിന്റെ കൂടെ. നീ ധൈര്യമായിട്ട് എടുത്തോ. പിന്നെയല്ല, ഇങ്ങനെയൊക്കെയല്ലേ ചെത്താൻ പറ്റും. ഇറങ്ങി വാടാ ഇങ്ങോട്ട്. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? നിനക്കൊക്കെ ആരാണ് ലൈസൻസ് തന്നത്? രാവിലെ ഓരോരുത്തന്മാരെ കെട്ടിയെടുത്തോളും. മനുഷ്യനെ സമയം എടുക്കുന്നത്. സോറി ചേട്ടാ. സോറി ഏട്ടനാ? ആരുടെ ഏട്ടൻ? വേണ്ട, അതിന് സോപ്പൊന്നും വേണ്ട. ഞാൻ പെട്ടെന്ന് ഫോൺ നോക്കിയപ്പോൾ കോൺസെൻട്രേഷൻ മാറിപ്പോയത്. കംപ്ലീറ്റ്ലി സോറി. ഇംഗ്ലീഷ് മീഡിയം ആയി വണ്ടി ഓടിക്കുമ്പോ ഫോൺ ഉപയോഗിച്ചാലുള്ള ശിക്ഷ എന്താ പറയാമോ? ഏത് കോളേജിലാണ് പഠിക്കുന്നത്? എടുക്കണ ലൈസൻസ്? അത് ലൈസൻസ് ഇല്ല. നെക്സ്റ്റ് വീക്ക് ടെസ്റ്റ് എടുക്കുന്നതേ ഉള്ളൂ. ബെസ്റ്റ്. കൊള്ളാം. നീ വന്നേ. പയ്യനെ കണ്ടിട്ട് ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന് തോന്നാൻ. നമുക്കൊന്നും വരണമെന്നല്ല, നീ കൂടെ നിന്നാ മതി. ഒരുപാടാകും. ഇല്ലടാ, നീ വേണം. മോനിക്ക് വന്നേ. എന്താ നിന്റെ പേര്? ഷാജി. ഷാജി, നല്ല ബെസ്റ്റ് പേര്. കണ്ടാലും പറയും. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാലുള്ള കേസ് എന്താണെന്ന് നിനക്ക് അറിയാമോ? പിന്നെ വീട്ടുകാരൊക്കെ അറിഞ്ഞോണ്ടായതുകൊണ്ട് കേസും കോടതിയൊക്കെ ആയിട്ട് കയറി ഇറങ്ങാം. അയ്യോ, വീട്ടുകാർക്ക് അറിയില്ല. ഞാൻ അവരറിയാതെ വണ്ടി എടുത്തു. പ്ലീസ് ചേട്ടാ, നമുക്കിത് സെറ്റിൽ ചെയ്യാം. നീ എന്ത് സെറ്റിൽ ചെയ്യാമെന്ന? ഒരു സെറ്റിലും ഇല്ല. വിളിക്കണ പോലീസിനെ. അയ്യോ അയ്യോ പത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് വേറെ വഴിയില്ല. ചേട്ടാ ചതിക്കരുത്. വീട്ടിൽ അപ്പ നല്ല സ്ട്രിക്റ്റാ. അത് കാണാനുമുണ്ട്. പൊണ്ണത്തടിയാ. ചേട്ടാ പ്ലീസ്, ഞാൻ കാശ് തരാം. നമുക്കിത് എങ്ങനെയെങ്കിലും ഇവിടെ വെച്ച് സെറ്റിൽ ചെയ്യാം. നിന്റെ ക്യാഷ് ഒന്നും ഇവിടെ ആർക്കും വേണ്ട. വിളിക്കണ പോലീസിനെ. നീ നടന്ന്. നിന്റെ കയ്യിൽ എത്ര ക്യാഷ്? ഒരു 5,000 റുപ്പീസ് മൈനസ് സ്ക്രാച്ചസ് അല്ലേ ഉള്ളൂ. 5,000 എന്ന് വെച്ചാ 5,000 രൂപയോ? എടാ ഷാജി, ഇത് സ്ക്രാച്ചിന് മാത്രമുള്ള ക്യാഷ് അല്ല. ഇത് കേസാവാതിരിക്കേണ്ടത് നിന്റെ മാത്രം ആവശ്യമാണ്. നീ ഒരു 50,000 രൂപയെങ്കിലും ഒപ്പിച്ച വരും. അതുവരെ ഞങ്ങളെ ഇരിക്കട്ടെ. അയ്യോ ചതിക്കല്ലേ. ഈവനിങ് മുന്നേ ഈ കാറ് വീട്ടിലെത്തിക്കണം. 50,000 ഒന്നും എൻ്റെ കയ്യിൽ എടുക്കാനില്ല ചേട്ടാ. ഇല്ലെങ്കിൽ വാ, പോലീസ് സ്റ്റേഷനിൽ പോവാം. വിളിക്കണ പോലീസിനെ. ചേട്ടാ പ്ലീസ്, എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത്. വിളിക്കണ പോലീസിനെ. അവര് ചെയ്തോളും നിന്റെ ബാക്കി ടോർച്ചർ. പ്ലീസ് ചേട്ടാ, ഞാൻ കാശ് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. ഈവനിങ് വരെ എനിക്ക് സമയം തരണം. ശരി, വൈകുന്നേരം നീ ആ കാണുന്ന മാളിൽ വന്നാൽ മതി. അതുവരെ വണ്ടി ഞങ്ങളുടെ കയ്യിൽ ഇരിക്കും. അയ്യോ, വൈകുന്നേരം വന്നില്ലെങ്കിൽ ഓർമ്മയുണ്ടല്ലോ. അവൻ 50,000 രൂപ കൊണ്ടുവരാം. അവനെ കണ്ടറിയും. ക്യാഷിന്റെ വീട്ടിൽ പയ്യനാണ്. വരട്ടൊക്കെ പക്ഷെ നീ കുറച്ച് ഓവറായ. കുഴപ്പമില്ല, വൈകുന്നേരം കാണാം. ഓ, ഞാൻ എനിക്ക് അത്യാവശ്യമായിട്ട് കോളേജ് ഡിസംബർ എന്ന് പറയാൻ പറ്റുമോ? എന്തോ പറയാ? വണ്ടി വിളിച്ചോ? എടാ ഞാൻ കോളേജ്. നീ എവിടെയാ? പണി കിട്ടിയത് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരു കേസ് ആക്കുമെന്നാണ് പറയുന്നത്. അത് ആക്കാതിരിക്കണമെങ്കിൽ 50,000 ഈവനിങ് മുന്നേ കൊടുക്കണമെന്ന് എനിക്ക്
എനിക്കൊരെത്തും പിടികിട്ടുന്നില്ല. വീട്ടിൽ പറയാനും വയ്യ. നീ വിഷമിക്കാതെ. 50,000 എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും നീ പറക്കിയ പോലെ ഒക്കെ കിട്ടും. ഇന്ന് ചെയ്യും. വൈകുന്നേരത്തിനൊന്നും ഇത്ര ക്യാഷ് എന്നൊക്കെ പറയുമ്പോൾ പറയാൻ വെക്കാനൊരു മാലയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. എടാ അതിപ്പോ ഇല്ലല്ലോ. വീട്ടിൽ പറയാൻ പറ്റുകയാണെങ്കിൽ ഇപ്പൊ അതും പറ്റില്ല. അപ്പനറിയാതെ വണ്ടി എടുത്തെന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വേറൊരു വർക്കുണ്ട്. സംഭവം 25,000 കിട്ടും. ചോട്ടാണ്. നീ കാര്യം പറ. സംഭവം കാര്യം ഇച്ചിരി കാണും. എൻ്റെ ഫ്രണ്ടോടെയുള്ള കണക്ഷനാണ്. ലക്ഷണം ഉപയോഗിക്കുന്നൊരു സാധനം അയാൾ പറയുന്ന സ്ഥലത്ത് നീ എത്തിച്ചു കൊടുക്കും. 25,000 വരെ കിട്ടുകയുള്ളൂ. ബാക്കി നമുക്ക് മുന്നിൽ പറഞ്ഞിരിക്കാം. എടാ നിയമവിരുദ്ധമെന്നൊക്കെ പറയുമ്പോൾ ഷാജി വേണ്ട. നീ കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നത്. അരുത്. സത്യത്തിൽ നിരക്കാത്തതൊന്നും നീ ചെയ്യരുത്. ഇവൻ എവിടുത്തുകാരനാടാ. നമ്മളെന്താ ചെയ്യണേ? എന്തോ പോയി എടുത്ത് ആർക്കും കൊടുക്കും. അതാകുമ്പോൾ കാശും കിട്ടും, കാര്യം നടക്കും, വീട്ടിലും അറിയില്ല. ഡബിൾ ഓക്കെ. വേണ്ട ഷാജി, നീ വീണ്ടും വീണ്ടും പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. നിന്റെ അപ്പനും അമ്മയ്ക്കും പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും നിനക്കില്ല. എടോ ഉപദേശി, താനൊന്നും മിണ്ടായിരുന്നു. നീ ധൈര്യമായിട്ട് ഓക്കെ പറയണം. ഒരു ആണിനെ പോലെ നമ്മളെന്ത് നേരിടണം. ഇവൻ വെറും പേടിത്തണം. നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? ഇനി നിന്റെ ജോബ് ഓഫർ ലെറ്റർ ഒക്കെ കിട്ടിയിട്ടേ വരത്തുള്ളായിരിക്കും. സമയം പോകുന്നു. പെട്ടെന്നൊരു തീരുമാനത്തിലെത്തണം. നമ്മൾ ആണുങ്ങളല്ലണം. വരുന്നിടത്ത് വെച്ച് കാണാം. ഞാൻ റെഡിയാണെന്ന് നീ വിളിച്ചോല്ല. ഹലോ അപൂർണ, ആളെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ എന്നിട്ട് നമ്മൾ കാണാനോ? എടാ കുഴപ്പമാവോ? നീ ധൈര്യമായിരിക്കടാ. ഞാനിവിടെ ഉണ്ടല്ലോ. പുള്ളി 1 മണിക്കൂറിനുള്ളിൽ എത്തുന്നതാണ്. നമുക്ക് കാത്തിരിക്കാം. ഈ പൊട്ടൻ ഇന്നെങ്ങാനും വരുമോ? നീ അങ്ങനെയൊന്നും പറയരുത്. അവന് ആരുടെ എവിടെ ഉള്ളി? ഞാനാ. എന്റെ കൂട്ടുകാരനെവിടെ? ഞാനാണ് സാർ. സാറോ? ഇന്ന് ഏത് സ്കൂളിലാണ് ഞാൻ പഠിപ്പിച്ചേ? അബു അണ്ണൻ. അത് മതി. നിനക്ക് എന്നെക്കാളും തടി മസിലൊക്കെ ഉണ്ടല്ലോടാ. എന്തേ എന്നെ നല്ല തോന്നുന്നുണ്ടോ? ഇല്ല അങ്ങനെയൊന്നുമില്ല. അങ്ങനൊന്നും ഇല്ല. അവനൊരു പാവമാണ്. അതാ എനിക്ക് കാശ് എത്ര ആവശ്യം? അത് എന്നാ എന്റെ കാറൊന്ന് എത്തിച്ചു. അതിന്റെ റിപ്പയറിനാണ്. വീട്ടിൽ പറയാൻ പറ്റില്ല. ശരി ശരി. പോലീസ് വല്ലതും പിടിച്ചാൽ നീ എന്നെ കാണിച്ചു കൊടുക്കോ? കൊടുക്കാം. കൊടുക്കില്ല അണ്ണ. സോറി. അവന്റെ വിദ്യാഭ്യാസം ഇല്ലായ്മ കൊണ്ടാണ്. ഒന്നും തോന്നരുത്. ശരി, ഒരു കാര്യം ചെയ്യും. ഞാൻ കാണുന്ന ബസ് സ്റ്റോപ്പിൽ പോയി വെയിറ്റ് ചെയ്യും. 1 മണിക്കൂറിൽ എൻ്റെ ആളെ കാണും. ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ അവൻ പറഞ്ഞു. എല്ലാം കയ്യിൽ കാശ് അവിടെ നിന്ന് മേടിക്കണം എന്ന് അവൻ പറഞ്ഞു. ശരിയാണ്. താങ്ക്സ് അമ്മ. ആ ശരി ശരി പോട്ടെ. അപ്പോൾ എല്ലാം സെറ്റല്ലേ? എനിക്ക് വേറൊരു പരിപാടിയുണ്ട്. നീ അപ്പോൾ എല്ലാം കഴിഞ്ഞ് വിളിക്കേ. ഓക്കെ. നീ പോകുവാണോ? എടാ എനിക്കൊരു ധൈര്യത്തെ. നമ്മളൊക്കെ ആണുങ്ങളല്ല. നീ ധൈര്യമായി. നീ കഴിഞ്ഞ് വിളിക്കേ. ഓക്കെ. ഓക്കെയാണ്.
അതാണ് അപ്പൻ്റെ അമ്മയുടെ സ്നേഹം. അവരൊന്നും കഴിച്ചിട്ട് അവർ മക്കൾ കൊടുക്കും. ഈ ലോകത്ത് അപ്പനെ അമ്മയെ പോലെ മക്കളെ ആരും സ്നേഹിക്കത്തില്ല. അത് ശരിയല്ല. എന്താ വല്ലായിരിക്കണേ? ഓക്കെ ഇല്ല, പ്രശ്നമൊന്നുമില്ല അച്ഛൻ. ചുമ്മാ ചോദിച്ചിട്ടുള്ളൂ. പറയാൻ പറ്റത്തില്ല, പറയാം അച്ഛൻ. അത് പിന്നെ അത് മോൻ വിഷമിക്കണ്ട. നമ്മുടെ വിഷമം പരിഹരിക്കാൻ ദൈവം നിയോഗിച്ച മാലാഖമാരാണ് അപ്പനും അമ്മയും. അതുകൊണ്ട് അവരോട് വിഷമം പറയുന്നതും ക്ഷമ ചോദിക്കുന്നതും ദൈവത്തോട് ചോദിക്കുന്നതിന് തുല്യമാണെന്ന് കരുതിയത്. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പോട്ടെ പറഞ്ഞേ. ഗോഡ് ബ്ലെസ് യു. നീ എവിടെയാ? പള്ളി കഴിഞ്ഞിട്ടേ ഞങ്ങളിപ്പോൾ വീട്ടിലെത്തും. ഞാനിവിടെ. ഷാജി, എൻ്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നു? ഒന്നുമില്ല അപ്പം, ഒരു ചുമ. ആ, അടുത്ത ആഴ്ചയിൽ നിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ്. അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്കൊരു ബൈക്ക് മേടിക്കാം. ഇന്ന് പള്ളിയിൽ വെച്ച് ടെന്നീസിനെ കണ്ടപ്പോൾ അവൻ്റെ കടയിൽ നല്ല ഓഫറൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് നോക്കിക്കളയാം. മോനെ ഷാജി, എന്താണ്? എന്ത് പറ്റി? നീ എവിടെയാ? ഇറങ്ങി വാടാ ഇങ്ങോട്ട്. സോറി ചേട്ടാ. വേണ്ട, അധികം സോപ്പൊന്നും വേണ്ട. എടുക്കണ അതിന്റെ ലൈസൻസ്. ലൈസൻസ് ഇല്ല. ഈ ഒരു 50,000 രൂപയെങ്കിലും ഒപ്പിച്ചോ. അതുവരെ കീഞ്ഞങ്ങടയിലിരിക്കട്ടെ. അവര് ചെയ്തോളൂ നിന്റെ ബാക്കി ടോർച്ചർ. വൈകുന്നേരം നീ ആ കാണുന്ന മാളിൽ വന്നാൽ മതി. വൈകുന്നേരം വന്നില്ലെങ്കിൽ അറിയാതെ വണ്ടി എടുക്കുന്നവർക്ക് എന്നെ കൊല്ലും. വേറൊരു വകുപ്പുണ്ട്. ചോട്ടാണ്. 1 മണിക്കൂറിൽ എൻ്റെ ആൾ ഓടെ. അതാണ് അപ്പൻ്റെ അമ്മയുടെ സ്നേഹം. എടുക്കണ പോലീസിനെ. മോനെ ഷാജി, അത് മണ്ടത്തരമായി പോയാലും അവർ നിന്നെ പേടിപ്പിച്ചത്. നിന്റെ കയ്യിൽ നിന്ന് കാശ് തട്ടിയെടുത്ത് എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നു. അവർക്ക് കാശൊന്നും കൊടുക്കണ്ട, ഞാൻ വന്ന് ഡീൽ ചെയ്തോളാം. ഞാനിപ്പോൾ അങ്ങോട്ട് വരാം, നീ വിഷമിക്കണ്ട കേട്ടോ. ശരി, ഇതങ്ങ് നേരത്തെ ചെയ്താൽ മതി. വെറുതെ എന്തൊക്കെ പുലിവാല തിരിച്ച്. മോനെ ഷാജി, നിന്റെ മുഖമൊക്കെ തെളിഞ്ഞല്ല. എൻ്റെ ഉപദേശമായിട്ടെന്നാണല്ലോ പോകുന്നത്. അച്ഛൻ പറഞ്ഞ ശരിയല്ല. നമ്മുടെ മാതാപിതാക്കളെ നമ്മളെ സ്നേഹിക്കുന്ന ആരും ഈ ലോകത്തില്ല. നിനക്ക് ദീർഘായുസുണ്ടാവാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കാമെന്ന് ബൈബിൾ പറഞ്ഞിരിക്കണം. ശരി അച്ഛൻ, എന്തായാലും പ്രശ്നങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എനിക്ക് മാമോദീസയാണ്. പോട്ടെ മോനെ ഷാജി. അല്ല അച്ഛനാണ് പേര്. അന്തം വിട്ടു നോക്കിക്കോ. മാറ്റിനാടിനെന്തു പൊന്നുമെന്തു മഞ്ഞോ പിരിപ്പുറത്ത് തിരിച്ചു മുച്ചുവല്ല പ്രഭാവം വരൂ വരൂ തുടിക്കും ആത്മവീരം. ആക്ഷൻ.
ഫ്രെയിമിൽ നിന്ന് ഔട്ട് ആവുകയാണ്. നീ ചേർന്ന് വാ.